ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ തിരുവോണത്തിന് അമ്മൂമ്മയുടെ വീട്ടിൽ പോയിന്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. രാവിലെ തന്നെ ചിന്നും മിന്നും കൂടി അടിപൊളിയായിട്ട് പൂക്കളൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം തിരുവോണത്തിന് ഇവിടെ എന്തെല്ലാം സ്പെഷ്യലെല്ലാം. ചിന്നുണ്ട് അടുക്കളയിൽ കാര്യമായിട്ട് എന്തോ ചെയ്യുന്നു. നമുക്ക് നോക്കാം എന്താണെന്ന്. ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. ഗിരിജേച്ചി ചിക്കൻ പൊരിക്കാനുള്ള മസാലക്കൂട്ടൊക്കെ റെഡിയാക്കുകയാണ്. എനിക്ക് എന്നെ എൻ്റെ മോളെ ഇടയ്ക്ക് കിടക്ക് പൂവിൻ്റെ അടുത്തുനിന്ന്. ഗിരിജേച്ചി മീനൊക്കെ പൊരിച്ചു. ഇനി ചിക്കൻ പൊരിക്കാൻ വേണ്ടി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ പോലെ ജസ്റ്റ് ഇതാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉമ്മ അപ്പുറം കാര്യമായിട്ടുള്ള പണിയില്ല. ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള ക്യാബേജും ക്യാരറ്റും ഒക്കെ അരിഞ്ഞിടുക. പിന്നെ ചോറൊക്കെ നേരത്തെ തന്നെ റെഡിയായിരുന്നു. പിന്നെ ഗിരിജേച്ചി പുളിയും ചിണ്ടാക്കിയാണ്. കായും മുളക് എണ്ണയിലിട്ട് നന്നായി വറുത്ത് അരച്ചിട്ടാണ് ഗിരിജേച്ചി പുളിയും ചിണ്ടാക്കുന്നത്. കായ്മുളക് മാത്രം അരച്ചല്ലേ? ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ടു. എന്നിട്ട് പുളിവെള്ളം പിഴിഞ്ഞ് ഒഴിച്ചു. പിന്നെ നമ്മളോടൊരു കാര്യം മറന്നുപോയി, അതിൽ ഇഞ്ചി മൂപ്പിക്കാൻ. അപ്പോൾ അത് വേറെനായിട്ട് ഇപ്പം ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് വെള്ളം ഇട്ടു. ഇപ്പം വിജയിച്ച് ഇഞ്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാന്നോ പറയാം അല്ലേ, മൂപ്പിച്ച് അതും ചേർത്ത്. പിന്നെ ഇതിങ്ങനെ ടൈറ്റാകുന്നവരെ കൈ വെക്കാതെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേ സമയം അടുപ്പത്ത് നിന്ന് ഉരുളിയിൽ ക്യാബേജും ക്യാരറ്റും ഉപ്പേരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ മെയിൻ സാമ്പാർ, അവിയൽ, പച്ചടി ഇതെല്ലാം റെഡിയായി. പിന്നെ മീൻകറി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മീൻകറി സൂപ്പറായിരുന്നു. ഞാൻ കൂടുതലും കഴിച്ചത് മീൻകറിയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ പായസത്തിന് തേങ്ങാപ്പാലെടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ തേങ്ങ ചേർന്നാണ്. പിന്നെ ഇപ്രാവശ്യം ഉണ്ടാക്കുന്നതിൻ്റെ പ്രഥമനാണ്. പായസം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തേങ്ങാപ്പാലൊക്കെ എടുത്തു. വിജയിച്ച് അപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് കോരി പാത്രത്തിലേക്ക് ഇട്ട്. പിന്നെ തേങ്ങാക്കൊത്ത് കൂട്ടിച്ചാണ് പാത്രത്തിലിടാൻ വേണ്ടിയിട്ട്. സ്പെഷ്യൽ ചിക്കൻ ഇപ്പോഴത്തെ സൈഡിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോഴത്തേക്ക് പെങ്ങളും കുട്ടികളും വന്നു. അവർക്ക് ഭക്ഷണം കഴിക്കാനിരുന്നു. പിന്നെ ഞങ്ങളും കഴിച്ചു. പിന്നെ ഓക്കെ ബൈ.